അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വിനാഗിരിയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാതെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വെറും 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സദ്യ സ്പെഷ്യൽ ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് 1/2 കിലോ നല്ല വിളഞ്ഞ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി മാങ്ങ നല്ലവണ്ണം കഴുകി എടുത്തതിന് ശേഷം മാങ്ങയുടെ ഈർപ്പെല്ലാം ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിക്ക് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കൈവച്ച് നല്ലതുപോലെ ഞെരടിയെടുക്കാം. മാങ്ങ ഞെരടിയെടുക്കുമ്പോൾ മാങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുവരെയും ഒന്ന് ഞെരടിയെടുക്കാം. ഇപ്പൊ കണ്ടല്ലേ, ഈ ഒരു രീതിക്ക് വേണം ചെയ്യാനായിട്ട്. ഇനി ഈ മാങ്ങ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ കുറച്ചും കൂടെ മാങ്ങയിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. ഈ സമയം കൊണ്ട് ഒരു ബൗളില് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ അധികം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അധികം എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒക്കെ മുളക് പൊടി എടുത്താൽ മതിയാകും. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനില് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ എടുക്കുക. നല്ലെണ്ണ ആവുമ്പോൾ ഈ അച്ചാർ പെട്ടെന്ന് കേടാവില്ല. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പൊ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ എണ്ണ നല്ല ചൂടാണ്. ഇനി ഇതിലേക്ക് 4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലെണ്ണ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നത് കുഴപ്പമൊന്നുമില്ല. ഒരു 10 സെക്കൻഡ് പൊടിയെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ച മണമൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പൊ പൊടിയെല്ലാം ഇളക്കി കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. പൊടിയുടെ പച്ച മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മാങ്ങയും ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്ന മാങ്ങ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അരമണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. ഇനി കൈ വെച്ച് ഒന്നും കൂടി ഞെരടി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ കണ്ണിലെ മാങ്ങയിൽ നിന്നും കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. മാങ്ങയിൽ നിന്നും ഈ ഇറങ്ങി വരുന്ന വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഇനി താളിച്ചതെല്ലാം കൂടിയിട്ട് ആ ചൂടോട് കൂടി തന്നെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കുന്ന മാങ്ങ അച്ചാറിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ വിനാഗിരിയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ വിനാഗിരി ചേർക്കാത്തത് കൊണ്ട് 2 ദിവസം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. കുറച്ച് ദിവസം സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള ഈർപ്പമില്ലാത്ത കുപ്പിയിൽ അച്ചാർ നിറച്ചതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഇതിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ അച്ചാറിന്റെ മുകളിലായിട്ട് നല്ലെണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. ഒരുപാട് ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ മാങ്ങ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് ഓണം സദ്യ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്